വന്നത് IIM-ന്ന് 4-5 ആൾക്കാർ വന്നു. പക്ഷേ നമ്മൾ ബോയ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയി. അപ്പോൾ ഇവിടെ നിന്നുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോബ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സ് എന്നുള്ളത് പിക്കാപ്സിന്റെ സംഭവം ഇവിടെ വേറെ പരിപാടിയാണ്. എന്നാലും പിക്കാപ്സിന്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. നോമ്പ് നോറ്റ് കുഴങ്ങി ക്ഷീണത്തിലാണെങ്കിലും നല്ല ആവേശത്തിലാണ്. ചാവി അടിച്ചേക്ക് അജീഷിന്റെ ചാവി അടിച്ചേക്ക്. ഇന്ന് പോകാൻ പറ്റൂല അറിയ എന്താടാ നോമ്പറക്കാൻ വന്നിട്ട് വായിന്നോട്ടോ അപ്പൊ ഓന് നോമ്പില്ലയോ നോക്കിക്കോ അവിടെ പോയി നിങ്ങളെ അന്റെ അപ്പച്ചിനെ എന്താ വിളിക്കല്? അപ്പച്ചിനെ എന്താ വിളിക്കല്? മത്താപ്പോന്നല്ലേ? മത്താപ്പിനാണെന്ന് തച്ചാലോ ഒന്നും കൊടുക്കണ്ടേ ഒന്ന് കുനിയലജ് വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ അത് ബാങ്ക് കൊടുത്ത് വന്നിട്ട് കാര്യല്ല. ഇജാണ്ടോ ഇമാമ്? ഇമാമ് ഇജാണ്. പിന്നെ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും മിസ് ചെയ്യും പ്രാർത്ഥിക്കുന്നു. എവിടെ എന്റെ കുട്ടിയുടെ ഈ കുട്ടിനെ കൊണ്ട് തന്നിട്ട് അർച്ചോ നോക്കാം. തൽക്കാലം അതിനൊന്നും എടുക്കണോ? അത് കണ്ടോ എന്താ പറയല്ലേ, സെറ്റപ്പ് വൈബാണ്, ഉഷാറാണ്, അടിപൊളിയായിക്കണേ. വേറെ ഒന്നും പറയല്ല. നമ്മളെ ഈ ഫാമിലി കൂട്ടായ്മ ഭയങ്കര ഒരു ഭംഗിയായി എന്നാണ് അഭിപ്രായം. താങ്ക് യു. വിത്തിൻ 1 വീക്ക് അതും കൂടെ നമ്മൾ ലോഞ്ച് ചെയ്യും. അപ്പൊ എനിവേ നിങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഏപ്രിൽ 29 ഹലാലായിട്ടല്ല. പ്ലാൻ ചെയ്തിട്ടല്ലേ മെല്ലെ മെല്ലെ ഇങ്ങനെ പ്ലാൻ ചെയ്യണം. എന്നെ സെറ്റ് അത് മതി. ട്രോളിനെ കൊല്ലും. മുതല് അസീബേ അസീബിന് ഇവിടെ നോമ്പല്ലവർക്ക് നോമ്പ് പറ. ഇതെന്തിനാ വന്നിക്കണു? എന്താ ഇവിടെ ഇതെന്തുകൊണ്ട്? അല്ല ഇത് വേറെ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ
ആരപ്പം വന്നേ ഹായ് ഹായ് വൈബ് എന്താ കാണിച്ചെടുക്ക് ചെക്കനെവിടെ ചെക്കന് ആശാന്റെ ചെക്കനാണ് പി ക്യാപ്സിന്റെ എഡിറ്റർ എന്താ പറയാ ആ മെയിന് ജെയിൻ മാലിക് കേട്ടോ അപ്പൊ ഷുഹൈബ് മാലിക്കായി കണ്ണം പൊട്ടിക്കാത്ര എന്നൊരു കാര്യം ഗ്രേഡ് ഞാൻ അവിടെ പോവാണ് അല്ല വണ്ടിന്റെ ചെലവില്ല എവിടെ പാർട്ടി എപ്പളാ കേക്കില്ലേ കേക്കല്ല അല്ല ഇതിന് ഔട്ടറിഞ്ഞു ഫ്ലാഷ് എന്ന് പറഞ്ഞ ഇടക്കിടക്കിന്റെ എടാ മുതലാളിനെ തിന്നല്ലേടാ അന്ന് എന്താ പറയല്ലേ സെറ്റാണ് സെറ്റാണ് സൗന്ദര്യത്തിന്റെ രഹസ്യം പേര് ചൊറുക്കേക്കണല്ലോ നമ്മളെ മനസ്സ് നന്നാവുകയാണെങ്കിൽ നമ്മളെ ബാക്കിയുള്ളൊക്കെ ക്ലിയർ. എവിടെ എന്റെ ആള് റാഷിയുടെ എന്നെ കൊണ്ടുപോയില്ലേ അപ്പൊ എന്നെ കൊണ്ടുപോയില്ലേ അതെ ഞാൻ കൊണ്ടുപോകാൻ ഫ്ലൈറ്റ് പോണ ട്രിപ്പ് ഒന്നും എന്നെ കൊണ്ടുപോയില്ല ഓന്റെ ചിക്കിങ്സ് ഒക്കെ ഉണ്ട്. അസീബ് അന്നെയും കൊണ്ടുപോയില്ലേ നമുക്ക് നോമ്പുണ്ടില്ല ഞാൻ പോണ്ടേ ഞാൻ 28-ാം തീയതി ഞാൻ പോണ്ടേ ആ ഇപ്പൊ എടുക്ക ഈ ലൈറ്റിൽ എടുക്ക എന്താ എന്ത് പരിപാടിയാ മലയാളി ഒറ്റയ്ക്ക് എന്ത് പരിപാടിയാ ഞാൻ കരുതിച്ച് മിന്നിച്ചു ഇന്ന് മിന്നിച്ച ഞങ്ങൾ എല്ലാരും പാടെ എന്റെ വരി കയറാൻ നിൽക്കും കളിക്ക് വരാറിട്ട് ശരി ഓനോട് എല്ലാം കളിച്ചോ ഓക്കുണ്ട് മാലിട്ടോ അല്ല വിളിച്ചില്ലാത്തപ്പോ അടുത്ത സുഹൃത്തുക്കൾ ആകണേ സീനു നിങ്ങളെ മറ്റേ പോസ് കേട്ടോ മറ്റാ ക്യാപ്പൊക്കെ വെച്ചിട്ടില്ലേ ആ പോസിൽ എടുക്കൂലേ ഇങ്ങനെ എങ്ങനെയാണ് സീനു എങ്ങനെയാണ് ഓള് കുറച്ച് മുന്നില് ആ പോസ് വേണം നേരെ ഇങ്ങനെ നിക്കാൻ പറ്റൂല്ലോ അവിടെ ഫോട്ടോ എടുക്കാൻ ചെല്ലേ പോസി സിനുവിന്റെ പോസ് നേരെ പറ്റൂല അല്ല എല്ലാരും ഉണ്ട് ഇതിലല്ലേ നിങ്ങള് ഫ്രണ്ടില് കുട്ടികൾ ഇരിക്കണ കാര്യം ഇരുന്നാ മതി ഇരിക്കണ
കണ്ണാ ആ ഇരിക്കേ ഫസ്റ്റ് ഈ വെള്ളം കുടിക്കേ പൊന്നാര ശിബു എന്തെങ്കിലും നേരത്തെ വന്നേ എപ്പോഴെങ്കിലും നേരത്തെ വന്നേ എന്തെങ്കിലും സംഭവം മോയിലാണ് ഇങ്ങനെ പഠിപ്പിച്ചേ ലേറ്റ് ആയി വന്നാലും വയറ് കുറച്ച് കഴിക്കണം. കുക്കി ഫാമിലിക്ക് എന്താ പറയാൻ സീനുവിന്റെ ആ ഊട്ടിയിൽ പോയിട്ട് എടുത്ത 2 പോസ് അന്നിവിടെ സ്റ്റേജിൽ കാണിച്ചു തന്നിട്ട് പോകാൻ നേരത്തെ നേരം തരില്ലല്ലേ. ഡാഡി സീനാണ്. ഡാഡി കുട്ടികളത് പാട്ടോ ഒരേ പോളിക്കാണ്. കുട്ടി ഒരാളെടുത്ത് സെറ്റല്ലേ അസീബേ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അസീബിനാണ് പരാതി പരിഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പടച്ചോനെ കണ്ടിട്ടില്ല അല്ലേ? കൊടുക്കടാ നല്ല ക്ഷീണം കാണും. കഴിഞ്ഞോ മന്തിണ്ടോ? ഇമാമൊക്കെ ഉണ്ടായിരുന്നേ ഇഞ്ചി പാന്റും ഷൂ ഒക്കെ ഇട്ട് വന്നിക്കാണ്. ആരപ്പോ തുണി എടുത്ത് വന്നിക്കണേ? അസീബൊക്കെ പെയിനാണ്. റാഷിന്റെ ഒരു വർക്കുണ്ട്, അത് കഴിഞ്ഞു വരുമ്പോ നല്ല രസമുണ്ട്. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളിയാണ്. മറ്റേ സൗണ്ട് മൈക്കാട് കണ്ണാ സാറല്ലേ? അടിപൊളിയല്ലേ? ജോനെ കണ്ടിട്ടിരുന്നേ? എന്താണ് മുതലാളിന്റെ തക്കാളിക്കറി? ശിവ എന്നെ കൊണ്ട് ഇതിനൊക്കെ തന്നെ ഉള്ളു പറ്റും. നമ്മുടെ നോമ്പറ അത് കഴിഞ്ഞിട്ട് അണ്ണെന്ന് പറഞ്ഞ പണ്ട് കോളേജ് പഠിച്ചിരുന്ന ടൈമിലാണ്
ഇനിയിപ്പോ സിനിമാറ്റോഗ്രാഫി അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് മത്താപ്പു പാണ്ടിക്കാട് കുഞ്ഞാ മുടിയായിട്ട് വെട്ടിയപ്പോ എന്ന് പറഞ്ഞോ അന്ന് മുതൽ മത്താവിന്റെ വീഡിയോ മെച്ചപ്പെട്ടു. Guidance on this girl, please come. മൂപ്പര വൈഫുമായിട്ട് സ്റ്റേജമ്മക്ക് വരേണ്ടതാണ്. കുനിയിലുള്ള ഷിബു. എന്തൊക്കെ മറക്കരുത്. എല്ലാവർക്കും നമസ്കാരം. പിന്നെ എല്ലാരും പേര് എല്ലാരും കേട്ടില്ല. ഷിബു കുനിയിലാണ് വീട്. കുനിയിലൂടെ കുറച്ച് കാലമായിട്ട് ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാണ്. ബികാസിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ല, സിംഗിളാണ്. പറ കല്യാണം കഴിഞ്ഞിട്ടില്ല, സിംഗിളാണ്. ആരും കൈകാര്യം ചെയ്യുന്ന ഒരാള് ഞാൻ ഈ ക്യാമറ ഫീൽഡ് കണ്ടിട്ടില്ല. അല്ല അത് സത്യല്ലേ. ഞാൻ അവിടെ എന്താ പറയാ, ഞാൻ എന്താ 2-3 സീനിയർ ഫോട്ടോഗ്രാഫർമാരെ നമ്മളെ അലീജിയൊക്കെ, അതായത് ഹെലികോപ്റ്റർ ലാൻഡിങ്ങിലെ വെഡിങ് വെച്ചിനി. അന്ന് പുതിയ ആപ്പിളിന്റെ കാറിന്റെ ഉള്ളിൽ ഫ്രണ്ട് സീറ്റ് വരെ കയറിയാണ്ട് പോടത്ത ആളാണ്. എന്താ ചെയ്യാ. അല്ല അന്ന് മുതലേ എന്താ പറയാ അങ്ങനത്തെ ആളാ. അപ്പൊ അല്ല പരിചയപ്പെട്ട് അടുത്താള് മൻസൂർ അലിന്റെ പറ ബാക്കി ഭാവി കാര്യങ്ങൾ പറ. ഞാൻ വളരെയധികം ഇന്ന് സന്തോഷവാനാണ്. ഇങ്ങനെ ഒരു അതായത് ഒരു നോമ്പുതുറ ഇതിപ്പോ ആദ്യമായിട്ടാണ് നോമ്പുതുറ ഫസ്റ്റ് ടൈം ആയി. വളരെയധികം സന്തോഷമുണ്ട്. പുതിയ പുതിയ ആളുകളെ കാണാനായി. ഇവരൊന്നും കണ്ടില്ലേനു നേരിട്ട്. അപ്പോൾ ഈ നിമിഷത്തിൽ ഞാൻ പി ക്യാപ്സ് ഫാമിലിയോട് നന്ദി പറയുന്നു. അടുത്തതായി ഞാൻ മൈസൂർക്ക് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അല്ലല്ല മൻസൂർ പറഞ്ഞ വീഡിയോ. എൻ്റെ പേര് മൻസൂർ അലി, വീട് കാവനൂരാണ്. ഫോട്ടോഗ്രാഫറൊക്കെയാണ്. വലിയ ആൾക്കാരൊന്നും പഠിത്തം കണ്ടിട്ടില്ല. പഠിത്തമൊന്നുമല്ല, പൊതുവെ ആൾക്കാരടിക്ക് ഇപ്പൊ ഇറങ്ങലില്ല. ഒക്കെ ഉറക്കായിട്ട് പോയാണ്. പിന്നെ അതാണ് വൈഫ് ആ റോസ്. പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ല, മൂസിനെയാണ് അവരുടെ പേര്. അല്ല പരിചയപ്പെടുത്തണം. അതിനെ പരിചയപ്പെടുത്തണം. അങ്ങനെ പറഞ്ഞിരുന്നു പേര് മൂസിനെയാണെന്ന്. അല്ല എല്ലാരും കോഡ് പറ പറ പറ. അല്ല അസിസ്റ്റന്റ് ഫോട്ടോഗ്രാഫറാണ്. പിന്നെ പിക്കാപ്സിന്റെ പേര് കുറച്ചായി കൂടിയിട്ട് പ്രീമിയം വർക്ക് എടുത്ത് ഇങ്ങനെ പിക്കാപ്സിന്റെ പേര് ഇങ്ങനെ പോണ്. പിക്കാപ്സ് പറയുമ്പോ നമ്മള് പ്രീമിയം വർക്കാണ് കിട്ടുക. ഇടയ്ക്ക് കോളേജിൽ വരുന്നുണ്ട്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ അരീക്കോടൊക്കെ ആയിട്ട് ഷിബിലിന്റെ ഒപ്പം പോയിട്ടുണ്ട്. സൽമാൻ ഇവരൊക്കെയാണ് കൂടുതൽ ഫ്ലാഷ് അടിച്ചേ. ഏറ്റവും കൂടുതൽ ഫ്ലാഷ് അടിച്ചത് ആരെ കൂടെ? സെമീറാക്കും ഷിബിലും. നടന്നൂറാട്ടോ തുടങ്ങിയ കാലം മുതലേ ഞാനുണ്ട്. പിന്നെ വൈഫുണ്ട്, ഓളുണ്ട്. പിക്കാപ്സിന്റെ മാനേജറാണ്. അത്ര പെണ്ണുങ്ങളും കുട്ടികളൊന്നും ഇല്ലല്ലോ. എന്റെ പേര് രാഹുൽ. രാഹുലടാ. ഞാൻ റാസിന്റെ അസിസ്റ്റന്റ് ആണ്. ഇത്രേ ഉള്ളൂ. എന്റെ നാട് കട്ടത്തൂര്. കുട്ടികളില്ല, കല്യാണം ചെയ്യണേ. എന്താണ് നീച്ചങ്ങോട്ട് പറ. എന്റെ പേര് റഹാന്.
സിബിലിന്റെ ഒപ്പം ഉണ്ടായിന്, മുസ്താഫിന്റെ ഒപ്പം ഉണ്ടായിന്, അതാ റാഷിയാഖിന്റെ ഒപ്പം ഉണ്ടായിന്. അപ്പൊ നാട് പറ അല്ല നാട് കറി പാണ്ടിക്കാടിക്ക് എത്തണേ കുറച്ച് ഇപ്പുറത്ത്. പാണ്ടിക്കാട് അല്ല പാടത്തോലെ ആരപ്പ പോണേ? ഏത് രാശിയാണോ? ഏത് രാശിയാണ്? ഓക്കെ പിക്കാപ്സ് തുടങ്ങിയ സമയം മുതൽ ഞാനുണ്ട്, കൂടെ ഉണ്ട്. കാരണം പിക്കാപ്സ് തുടങ്ങിയതിന് മുമ്പും ചിലപ്പോ ഉണ്ടാവും. ചിപ്പില് ഫസ്റ്റ് അല്ലേ പിന്നെന്താ പറയാ ആകെ ഷമീർക്കാക്ക് വിളിച്ചതിന് ശേഷം എനിക്ക് കുറെ മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ക്യാമറയിൽ സെറ്റിംഗ്സ് ക്യാമറ നിക്കോന്റെ ഏതൊരു കാനോന്റെ അല്ലേ ഏതൊരു ക്യാമറ വെച്ചാണ് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. നാട്ടുകാരെന്നുള്ള ലെവലല്ലേ പരിചയപ്പെടുന്നത്. അത് ഒന്നും കൂടെ ബാക്ക് അടിച്ച് കയറിയാണ് പിന്നെ ഞാൻ ആരും കൂടെ അല്ലേ സ്വന്തമായിട്ട്. അപ്പൊ ഇവിടെ തന്നെയാണ് മഞ്ചേരി തന്നെയാണ്. ആഫ്രിക്കൻ കാടുകൾ ഈ എലമ്പറത്തിൽ ആൾക്കാരുണ്ട്, അസിസ്റ്റൻസ് ഉണ്ട്. ഈ എലമ്പറത്തിൽ അസിസ്റ്റൻസ് ഉണ്ട്. കുറച്ച് കാലായി കുറച്ച് കാലായി ഇപ്പൊ മത്താപ്പന്റെ കൂടെ അറിയപ്പെടും. ഞാന് മത്താപ്പുവിന്റെ കൂടെയാണ് അസിസ്റ്റന്റായി വന്നിരുന്നത്. ഇപ്പോ താൽക്കാലികമായിട്ട് ഞാൻ സ്കൂളിന്റെ വർക്ക് പിന്നെ ഒരു അഭിപ്രായങ്ങൾ എനിക്ക് ഇതിൽ പറയാനുള്ളത്, ഇതേമാതിരി നമുക്ക് ഫാമിലി ടൂറൊക്കെ ഫ്രീ ആവുമ്പോള് അതില് മറ്റേ ഈ സിംഗിൾ വില കൊണ്ടുപോകണ്ടോ, ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫി. എന്റെ പേര് പറയ് കണ്ട ഇത്രയും പോപ്പുലറായ ഞാൻ പിന്നെ ഇവിടെ പരിചയപ്പെടുത്തണം തെണ്ടികളെ. പിക്കാപ്സിന്റെ എന്താ പറയാ, പിക്കാപ്പ് ഞാനും എന്റെ വീഡിയോഗ്രാഫറും അത്രേ ഉള്ളൂ. അതന്നെയാണ് പിക്കാപ്സ്, അത്രേ ഉള്ളൂ. കേട്ടില്ലേ? ഞാൻ പരിചയപ്പെടുത്താൻ ആവശ്യമുണ്ടോ? കേട്ടില്ലേ? പിക്കാപ്സിനൂടെ ഒരു 3 വർഷം 4 വർഷമായിട്ടുണ്ട്. എന്റെ വീട് വെള്ളാമ്പ്രാണ്. ഫോട്ടോഗ്രാഫറായിട്ട് ഷിപ്പിന്റെ കൂടെ ഇൻഷാദേ എന്താ പറയാ ഞാൻ പരിചയപ്പെടുന്നത് ഇപ്പൊ ഒരു 3-4 വർഷമാണെന്നുണ്ടെങ്കിലും ഒരു മാസത്തിൽ എന്താ പറയാ അല്ലാന്നുണ്ടെങ്കിലും വർക്കിന്റെ സമയങ്ങളൊക്കെ എന്താ പറയാ എനിക്ക് പരിന്ന് ഫുള്ള് സപ്പോർട്ടാ. ആള് ഡിസൈനിങ് പഠിച്ചു, ഗ്രേഡിങ് പഠിച്ചു, ഇപ്പൊ ലെയർ ആക്കാൻ പഠിച്ചു. ഇപ്പൊ പിക്കാപ്സിൽ ഒരു കുറെ സ്റ്റോറികളൊക്കെ ആളുണ്ടാക്കണതാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സപ്പോർട്ടാണ് അത്. എന്താ പറയാ എനിക്ക് നല്ലൊരു ലക്കാണ് ഇപ്പൊ ഈ സമയത്ത്. പേരറിയില്ലേ? അല്ല പേരെന്താ? പേരെന്തോ? എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ? ഞാൻ എന്തുണ്ട് അടുത്ത് വരട്ടെ. മൈറൂഫിന് ഫയറൂസ അടുത്ത പോകുമ്പോ കഴിച്ചു പിള്ളേർക്ക് പറ സൗണ്ടില് പറഞ്ഞവേ ഇവിടെ ഡബ് ചെയ്തോളൂ. പുതിയ കല്യാണം കഴിഞ്ഞ കുട്ടികളാണ്. ഒന്ന് കരുതരുത്, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. പേര് ഷെബിൻ. ഇജല്ല പറയണ്ടോ? പറ പേര് ഷെബിൻ. സൗണ്ടില്ലേ
പിന്നെ അവളിവിടെ കൊഴമ്പേല് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ട്രെയിനിങ് ആയിട്ട്. കൊഴമ്പേല് എല്ലാ സൈഡും കൂടി പൈസയാണ് അപ്പോ. അടുത്ത് ഏറ്റവും സംഭവം തരോ കല്യാണം കഴിഞ്ഞ 6 മാസമായിട്ടുള്ളൂ. വർക്കിന് പോണതിനെ കുറിച്ചൊക്കെ അഭിപ്രായം എന്താ പറയുക? ശല്യം ഒഴിഞ്ഞിട്ട് 6 മാസം മൂന്നുള്ളൂ. കൂട്ടി കൊടുക്കണം പൈസ